നിൻ കൃപകളെ ഞാൻ പാടിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ ചെയ്ത നന്മകൾ ഞാൻ യേശുവേ. എല്ലാ കണ്ണുകളും അടച്ച് നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ഒരുമിച്ച് ചേർന്ന് നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. ഈ ഞായറാഴ്ച കർത്താവ് തന്നത് കർത്താവിന്റെ നന്മകളെ ഓർക്കുവാനായിട്ടാണ്. പകൽ പാടുവാൻ കഴിയുന്നവർ ഒരുമിച്ച് പാടിയാട്ടെ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. താങ്ക് യു ജീസസ്. ഇന്ന് പകൽ ദൈവിക കൃപകളെ, ദൈവിക സ്നേഹത്തെ വർണ്ണിക്കുവാനാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? കർത്താവ് ചെയ്ത നന്മകൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യകൾ തികയത്തില്ല. ഇന്ന് പകൽ കർത്താവ് ചെയ്ത നന്മകൾ ഒരുമിച്ച് നമ്മൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. പലവിധമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടായേക്കാം, എന്നാൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ആർപ്പോടെ നിന്നെ ഞാൻ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും
ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധരിക്കും. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാട്ടിൻ പേരോ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം. കുഞ്ഞാട്ടിൻ പേരോ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ. ഓ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. എന്താകെക്കാനം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോ. എന്താകെക്കാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ വാണിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടകോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാട്ടിൻ പേരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കുഞ്ഞാട്ടിൻ പേരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും. ചുറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. 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 ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി.
ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാറ്റിൻ തീരൂ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാർ. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. 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 കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷകാസ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. 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 അർത്ഥേരാഭാഷേഖാനാധാരേ ഗാനഗദാശബ്ദേ വൈഡവനാഥരഗദാശബ്ദാധീരാനഗനാഥ അർദ്ധാരാഭാഷേഖാനഗദാശബ്ദ രാജ വൈഡവനാഥര അർത്ഥമനാഥരഗനി ഷൗഡവനാഥരേഖ വൈഡവനാഥര ശബ്ദേ അർത്ഥൂരാഭാരേ ഗാനഗദാശബ്ദ രാജാധീര വൈഡവനാഥരഗ ജഗദാരികരർത്ഥേ രാജ ശബ്ദേ രാജാധീരാരഗന ശബ്ദര മൗഡമനാഥര അർത്ഥേരാബാധീരാരഗന ശബ്ദ രാജാധീരേ വൈഡമനാഥരേര അർത്ഥോരാഭാഷേഖേ അർത്ഥൂരാഭാലേഖാനഗത ശബ്ദ രാജാധീര വൈഡാരാഭാലേഖന അർത്ഥമനാഥരഗജ വൈഡമനാഥരഗനി അർത്ഥേരാഭാനേജേ റോസോരോഭാനേജേ അർത്ഥാരാഭാഷേഖ വൈഡാരാഭാധീര വൈഡമനാഥരഗനെ
ഇതിനകത്തിരിക്കുന്ന പലരോട് ആത്മാവ് പറയുന്നു, ചേറ്റിൽ നിന്നും കരം പിടിച്ചു കയറ്റി കർത്താവ് ഇതിനകത്താകനായിട്ടുണ്ട്. ചേറിൽ കിടന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽ ഇവിടെ ആരും കാഴ്ചക്കാരായിട്ട് വന്നിട്ടില്ല. കർത്താവിനെ ആരാധിക്കുവാനാണ് വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് അടുത്തിരിക്കുന്നത് നോക്കേണ്ടെന്ന് കാര്യമില്ല. കർത്താവിനെ കാണുവാനാണ് വന്നിട്ടുള്ളത്. ഇന്ന് പകൽ രോഗമുണ്ടാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഉണ്ടാകുന്നിട്ടില്ല. ഇന്ന് പകൽ നിലനിർത്തിയ കർത്താവ് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ചേറ്റിൽ കിടന്ന് നമ്മെ സ്നേഹിച്ച കർത്താവ് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. പകൽ കർത്താവിനോട് പറഞ്ഞാട്ടെ, നന്ദി പിതാവേ, ഞാൻ ഒന്നിനും യോഗ്യനല്ല, ഞാൻ ഒന്നിനും യോഗ്യമല്ല. എന്നെ കർത്താവ് പ്രാപ്തമാക്കിയതിനാൽ ഈ അന്തരീക്ഷം ദൈവം നോക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യം കുറഞ്ഞു നിൽക്കുകയാണ്. പ്രയാസങ്ങളെ മാറ്റി നിർത്തുന്ന അന്തരീക്ഷം, ദൈവീക വിടുതലുകൾ അയക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് പകൽ ആത്മാവ് നൽകി തരികയാണ്. ഈ വർഷം തീരുന്നതിന് മുമ്പ് ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽ കർത്താവ് നമുക്ക് നൽകി തരുവാൻ സമയമെടുത്തു. നവംബർ മാസം കർത്താവ് ചില വിടുതലുകൾ നൽകാൻ പോവുകയാണ്. സഭയോട് ആത്മാവ് പറയുന്നു, നവംബർ മാസം ചില വാഗ്ദത്തങ്ങളുടെ തുടക്കമാകട്ടെ. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങളുടെ തുടക്കമാകട്ടെ. Raja
Mandirana, Vedamanada Raganadi, Artura Bashikene, Tereganada, Vedara Bashika, Arture Ganada, Vedamanada Ragana, Raja Lira, the Nagatuli healing in Namakan Bogia, you did Nagatuli healing in Namakundrigia, Atma will guard the Bagil, Atma will go to the Bagil, Atma over in the Bagal Wali or Alpudam, in the Bagal Wali or Alpudam, Sabaku will see and Bogia, Chilla Pudupaji with the Salat Bauchi and Bogia, Chilla Victi with the Nagan will Katauchi and Bogia, Madushan Parayunalame, Doctor Parayunalame, Atma will create a Chaywan, Vishwastan. Shaltari Amthania Rabana Shekana Tadira Regana Shamda Vaidamanatha Regana Arthamanatha Regani Shamda Rajadira Vaidana Basheka Vaidamanatha Regana Arthamanatha Regani Shamde Rajadira Vaidana Bhanete Shamde Rabanatha Rabanatha Rega Shalmara Reganatha Reganadi. Yes, Uvasanitam Chaligiya, Uvasanitam Chaligiya, Uvasanitam Chaligiya, and the Apostle, Ramashekana, Regana, Shamdara, Vaidana, Tajirara, Vaidamanatha Reganadi, Vatana Bashegana, Valerega, November Massacre to Kuruchukunda, Governor Maranate, and the Labine Putik in the Viga Sani to the Nagasakaramuda, in the Nagasaragi from the Tunda, Silabictical, Teaching Iron, Silabictical, Mabuno, Raspa, Riam Tariala, Rekani Am Tariala, Silarega, Kadichugalinda, Silangaya, Kamala, Kadichugalai. Deviga Sani to the Nagatunda, Deviga Sani to the Nagatunda, Rabiki Vakari, the Vecticulundage, Antirichari, the Vecticulundage, and Babil Parjata, Tiladijan Prabichanika, he is a Martin in the Lemunda, he was from Osari in the Lemunda, till a white Santana, Aidara Bashekana, Antara Bashekana, Kantara Jadirana. Yes. Tara Baregana, the Shamdaraja, Vaidamanatha Regadi, Arthamana Shekana, Vaidamanatha Regade, Arthamanatha Regada, Shamdaraja Lira, Vaidamana Vere, Artura Bashekana, the Shamdaraja. Yes. Shalka Barara Gadhadiala, the Bagal Karaiwan, Agnator of Vestigal on the Gladba Varega, the Lord and Samsari to Alperi put in the Kartavada, Agnator of Vestigal to Samsari to Varat, Mavadina to Wandagunda, the Benisutan Mavachilla, Sevilla, the Karnavada to Varega, and the Lord Samsari can Bogea. Shalcheri Amthaniala, Silabel Particle, Chiladarsan, and Samsari can Bogea. मनुष्य ने शब्द वल्लभ है, मनुष्य ने शब्द वल्लभ है, मनुष्य ने शब्द वल्लभ है, देवी वचुटे शब्द में जगह तुरही वरुणो, चिल आश्वासन नल्कुंदे शब्दम, चिल विडुदल नल्कुंदे शब्दम, शालकारी आम्दनियाला, उन्हें शब्दम मान पेड़ अगला प्रसन्न की मना कुंदलाना, इधर मोड़ा बिल्कुल उन्हें क्यों नहीं शब्दमाना, मरुभूमि लोग दर्शन इन्हें वाकु वेलकम करो, repentance in the name of Jesus. Shaltari Amdaniala, Vaijamana Reganadiala, Devi का शब्द में निकल तो चली चुपड़ गया, देवी का शब्द में निकल तो चली चुपड़ गया, देवी का शब्द में निकल तो चली चुपड़ गया, इधर पगला शब्द चिल्लर केल कुआर समय बढ़ तू Alchani Salchemana Reganadiala, Arthani Regaja Proudamana Shamdadagani, Alte Rebana Seteri Andaniala, Devi Gasanitum Chelchudagea, Devi Gasanitum Chelchudagea, Devi Gasanitum Chelchudagea, Manishan the Shabdamalla, Manishan the Shabdamalla, in the Paga Devi Shabdam Children at Tekunda, and Maufarega, and Kuya Mino Samsari Kudavala,
കടലിനെ കണ്ട് പലരും ഭയപ്പെടും. എന്നാൽ വിശ്വാസത്തിന്റെ കരം ഉയർത്തുമ്പോൾ ഇന്ന് പകൽ കടൽ മാറാൻ പോകുകയാണ്. പ്രയാസങ്ങൾ തിരമാല പോലെ തലയ്ക്ക് മീതെ മുക്കിക്കളയുവാൻ വന്നു നിൽക്കുമ്പോൾ ആത്മാവ് പറയുകയാ, നിങ്ങളെ മുക്കിക്കളയുവാനല്ല ഞാൻ കണ്ടത്, നിന്നെ മുക്കിക്കളയുവാനല്ല ഞാൻ വിളിച്ചു വേർതിരിച്ചത്. ഞാൻ വായ്ത്തത്തെ കൊമ്പവേ, മുക്കിക്കളയുവാനല്ല, ഒരു കനാൻ ഞാൻ ദർശനമായി നൽകിയിട്ടുണ്ട്. ഇന്ന് പകല കനാൻ ചിലരുടെ ഹൃദയത്തിലേക്ക്, ആ നിശ്ചല ചിലരുടെ ഹൃദയത്തിലേക്ക് ആത്മാവ് നൽകി തരികയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് നടന്നു തുടങ്ങുകയാണ്. ഈ കോമ്പൗണ്ടിൽ നടന്നു തുടങ്ങുകയാണ്. ദൈവിക പ്രവൃത്തികൾ, ദൈവിക വിശാലതകൾ ആത്മാവ് ചിലരെ ജീവിതങ്ങളിലേക്ക് അയച്ചു നൽകുകയാണ്. ഇന്നത്തെ പകൽ നമുക്കുള്ളതാ, ഇന്നത്തെ പകൽ വായ്ത്തമുള്ളവർക്ക്, ഇന്നത്തെ പകൽ കൃപകൾ ഉള്ളവർക്ക് ആത്മാവിൽ പറ കർത്താവേ, വായ്ത്തം എനിക്ക് നൽകിയെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും കരകളെ അടിച്ച് കർത്താവിനെ മുഖത്തുപിടിച്ചിട്ടുണ്ട്. കർത്താവിനോട് പറയേണ്ട, കർത്താവിനെ എനിക്ക് അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല, ദൈവിക കൃപാവരങ്ങളില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ആലയത്തിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. കർത്താവ് എന്നെ അനുഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. പിതാക്കന്മാർ പറഞ്ഞാട്ടെ, മാതാക്കൾ പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. ഈ വർഷം തന്നെ ചില വായ്ത്തത്വങ്ങൾ എന്റെ ഭവനത്തിലെ ശുശ്രൂഷയുടെ വാതിലുകൾ, വെളിപ്പാടിന്റെ കലഹങ്ങൾ, ആലോചനയുടെ വാക്കുകൾ അതരത്തിൽ നിന്ന് ഒഴിയട്ടെ. കർത്താവിന്റെ കൃപയില്ലാതെ പകൽ ജീവിക്കുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിന്റെ അകത്ത് നമ്മൾ വന്നിട്ടുള്ളത്. ആമേൻ പറയുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് ഞങ്ങളുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഇതിന്റെ അകത്ത് ഞാൻ നിൽക്കുന്നത്. എനിക്കായി ഒരു പിതാവ് മരിച്ചു, എനിക്ക് വേണ്ടി ഒരു കർത്താവ് മരിച്ചു. ഒരു കുറ്റവുമില്ലാതെ ആ കർത്താവിനെ ക്രൂശിൽ ക്രൂശിച്ചപ്പോഴോ അത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ, എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ, എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ.
എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. ഒരുമിച്ച് ചേർന്ന് എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. അതുകൊണ്ട് നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. ഇന്ന് പകൽ ആ നന്മകൾ ഓർക്കുന്നവരുണ്ടെങ്കിൽ 2025 കാണത്തിൽ എന്ന് പറഞ്ഞ വ്യക്തികളുടെ നടുവിൽ ആത്മാവ് പറയുകയും 2 മാസവും കൂടെ ഞാൻ 2025 ഞാൻ തികയ്ക്കും. കൃപകളെ ഒന്ന് പാടുവാൻ കഴിയുമോ? നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. എല്ലാ വായികളും തുറന്ന് നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. എല്ലാ കണ്ണുകളും അടച്ചു. കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം, അങ്ങ് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കായി സ്തോത്രം. പറയുവാൻ എനിക്കൊന്നുമില്ല പിതാവേ, പുകഴുവാൻ എനിക്കൊന്നുമില്ല പിതാവേ. എന്റെ പകൽ അങ്ങ് നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ അകത്തായിരിക്കുന്നത്. ഓളങ്ങളും തിരമാലകളും എന്റെ ഭവനത്തിന് നേരെ അവതരിക്കുമ്പോൾ അവിടെയും അങ്ങയുടെ മൃദുലമായ സ്വരത്തിന് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകളെ കേൾക്കും യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഒരു കർത്തൃ ദിവസം കൂടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുകുട്ടികൾക്കും വിശേഷാൽ മാതാപിതാക്കന്മാർക്കും ദേവദാസന്മാർക്കും ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട യോശുവ ദേവദാസൻ, റോയി പാസ്റ്റർ, ജെറിൻ, എല്ലാ ബഹുമാനപ്പെട്ട ദൈവഭക്തന്മാർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പൂങ്കാവിലെ നമ്മുടെ ഈ ചർച്ചിൻ്റെ ബ്രാഞ്ച് ചർച്ചിൽ പൂങ്കാവിൽ 3 ദിവസത്തെ ഉപവാസം, സമാപന ദിവസമാണിന്ന്. അതവിടെ ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിഞ്ഞതുപോലെ 5, 6, 7 സുവിശേഷ യോഗം മീറ്റിംഗ് നടക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി നല്ല ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പലവിധമായ അപകടങ്ങളും അനർത്ഥങ്ങളും ഓരോ ദിവസവും നമ്മുടെ യാത്രകളിലും വഴിയാത്രയിലൊക്കെ നമ്മൾ പോലും അറിയാതെ വന്നു പോയപ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിപ്പാനിടയായി. സ്തോത്രം. ഓരോ ആഴ്ചക്കാലങ്ങളിൽ കർത്താവ് നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈർക്കൽ
നമ്മുടെ കാലിൽ കയറിയാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. സ്തോത്രം. അങ്ങനെയൊക്കെ കാല് മുറിച്ചവരും മരണപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. നീർക്കൽ പോലും നമ്മുടെ കാലിനകത്ത് കയറാതെ നമ്മൾ ജോലി ചെയ്തപ്പോൾ കാല് കല്ലിത്തട്ടി പോകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ആലയത്തിനകത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ദൈവത്തെ ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വല്ലപ്പോഴൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിനകത്തേക്ക്, കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജിനകത്ത് വല്ലപ്പോഴും നമ്മൾ പോകണം. കയറി ഇറങ്ങുമ്പോൾ നീ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഞാനും നിങ്ങളും അറിയാതെ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ആരാധന സമയങ്ങളിൽ എല്ലാം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പ്രാർത്ഥനകളിലും ആരാധനകളിലും സന്തോഷത്തിലും സമാധാനത്തിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കണം. മനുഷ്യൻ്റെ ചിന്തകൾ പലതാണ്. സ്തോത്രം. പലവിധമായ ചിന്തകളാൽ ചിലർക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് മറക്കുന്നവർക്കായി സ്തോത്രം. ഈ ചിലരെ കണ്ടിട്ടുണ്ട്, ഏത് സ്ഥലത്ത് പോയാലും അവരറിയാതെ ഉറങ്ങും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവർക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രയാസമില്ല. അതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഒന്നിനെ ഓർത്ത് അവർക്ക് ടെൻഷൻ വരത്തില്ല. അവരറിയാതെ കൂർക്കം വലിച്ചുറങ്ങും. അങ്ങനെയാണെങ്കിൽ ഏത് പ്രാർത്ഥനകൾക്കും ആത്മാവിൽ സന്തോഷത്തോടെ ആരാധിക്കുന്നവരെ ശ്രദ്ധിച്ചോളണം, അവർക്ക് ഒരു അസ്വസ്ഥതയില്ലെന്നതിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനം കൂടെയാണത്. മനുഷ്യൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആരാധന വെളിപ്പെടുത്തില്ല. എനിക്ക് റോയ് പാസ്റ്റർ എന്നോട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആരാധിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഞാനും റോയ് പാസ്റ്ററും ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയില്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണത്. ഹല്ലേലൂയ! എത്ര പേര് സ്തോത്രം ചെയ്യും? അത് തന്നെയാണ് എൻ്റെ പരസ്യ പ്രഖ്യാപനം. നമുക്ക് അസ്വസ്ഥതകളുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരെ കുറിച്ചോ മറ്റു പലവിധമായ രോഗങ്ങളോ ക്ഷീണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാനും സന്തോഷിക്കാനും കഴിയത്തില്ല. എന്നാൽ ആരെങ്കിലും ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പിരിമുറുക്കവും ഇല്ലെന്നതിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അവർ വളരെ സന്തോഷത്തോടെ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ ഓരോ ആരാധന ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പോകുമ്പോഴും നമ്മുടെ പ്രായം കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ 11ാമത്തെ മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 2ാം തീയതിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇനി തുച്ഛമായ ദിവസങ്ങൾ, ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ വർഷം നമ്മളെ വിട്ടുപോകുവാൻ. വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും പാസ്റ്റ് പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വിശ്വസ്തതയും വിശുദ്ധിയും പ്രാർത്ഥനകളും ആരാധനകളും അത് സ്നേഹമൊക്കെ അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുവാൻ സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആലയത്തിനകത്ത് വരുമ്പോൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറ്റാനുള്ള സ്ഥലമാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് പറഞ്ഞാൽ. ഇന്ന് പകൽക്കാലം ആരും പിരിമുറുക്കത്തോട് അല്ലല്ലേ വന്നിരിക്കേണ്ട ആവശ്യമില്ല. പിരിമുറുക്കങ്ങളെല്ലാം മാറി നമ്മൾ തുടക്കത്തിൽ തന്നെ പാടി ആരാധിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാ പിരിമുറുക്കങ്ങളും മാറി നമുക്ക് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. മനുഷ്യനാണോ? ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളും ക്ഷീണങ്ങളും ഒത്തിരി കടഭാരങ്ങളും ഉണ്ട്. പക്ഷേ 1-2 മണിക്കൂർ നമ്മളെല്ലാം മറന്ന് ആത്മാവിൽ നിറയുകയാണ്. ദർശനത്തിലേക്ക് നമ്മൾ നിറയുമ്പോൾ സ്വർഗീയ സന്തോഷം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ഇന്നു പകൽക്കാലം സ്വർഗീയ സന്തോഷത്തിന്റെ അഭിഷേകത്താൽ ദൈവം തമ്പുരാൻ തന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക സന്തോഷം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് തമ്പുരാൻ നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് 2 ചിന്തകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, തൻ്റെ ജനത്തെ തമ്പുരാൻ ചെങ്കടൽ കൂടി കടത്തി വിട്ടു. 2, ശത്രു സൈന്യത്തെ ചെങ്കടലിൽ തള്ളിയിട്ടു. സ്തോത്രം. 2ഉം ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ്, ചെങ്കടൽ വെച്ച് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വഴി തുറന്നത് ദൈവത്തിൻ്റെ ജനത്തിനാ.
തൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടിയാണ് ഇവിടെ വഴി തുറന്നത്. വർഷങ്ങളായി കഠിനതയുടെ തീച്ചുളയിൽ കിടന്ന, സങ്കടങ്ങൾ അനുഭവിച്ച, പിരിമുറുക്കങ്ങൾ അനുഭവിച്ച, ചെമ്പു ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട് കിടന്ന, ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്ത തൻ്റെ ജനത്തിനു വേണ്ടി തമ്പുരാൻ ഒരു വഴി തുറന്നു. എന്നാൽ ആ വഴിയിൽ കൂടെ ശത്രുവും കൂടെ കയറി നടക്കുവാൻ നോക്കി. പക്ഷേ തമ്പുരാൻ അവരെ മുക്കിക്കളയുവാനിടയായി. ഇന്നു പകൽക്കാലം ദൈവം തമ്പുരാൻ നമുക്കൊരു വഴി തുറന്നാൽ ആ വഴി നമുക്ക് തന്നെയാണ്. ശത്രുവിനെ അതിൽ കൂടെ കടത്തിവിടുവാൻ ദൈവാത്മാവ് ഇടവരത്തില്ല. ഇന്ന് പകൽക്കാലം രണ്ടും ഒരു സ്ഥലത്താണ്. പക്ഷേ അവിടെ രണ്ട് ദൈവിക പ്രവൃത്തികൾ ദൈവം അവിടെ നടത്തുവാനിടയായി. ഒന്ന്, ഇസ്രായേൽ ജനത്തിനെ കടത്തിവിടുവാനിടയായി. ഇസ്രായേൽ ജനം അവർ നടന്ന് അക്കരയ്ക്ക് പോയപ്പോൾ ഇതാ ശത്രുവിനെ അവിടെ മുക്കി തകർത്തു കളയുവാനിടയായി. ചില 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചു തരണം. സ്തോത്രം. വേഗത്തിൽ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. വേഗത്തിൽ 2-3 വാക്യം നീ വായിച്ചു തരണേ. സ്തോത്രം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം എന്ന് പറയുന്ന പിതാവിനോട് യഹോവയായ ദൈവം ഒരു ദൂത് പറഞ്ഞു. നിന്റെ സന്തതികൾ 400 വർഷക്കാലം പരദേശിയായി പാർക്കും. അവിടെ വലിയ പീഡനങ്ങളാൽ അകപ്പെടും. എന്നാൽ അതിനുശേഷം വലിയ സമ്പത്തോടു കൂടെ അവർ പുറപ്പെട്ടു വരും. സ്തോത്രം. ഇനി 12-ാം അധ്യായം 36 പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോടും കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ തൊട്ടുമുകളിലത്തെ വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വെള്ളിയും പൊന്നും വിശേഷ വസ്ത്രങ്ങളൊക്കെ അവർക്ക് ദൈവം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഇതാണ്: നിന്റെ സന്തതികൾ 400 വർഷക്കാലം അന്യദേശത്ത് പാർക്കും. അവിടെയുള്ള ജാതികൾ പീഡിപ്പിക്കും. ആ പീഡന നടുവിലും അത് കഴിയുമ്പോൾ, ആ കാലവർഷം കഴിയുമ്പോൾ നിങ്ങൾ വലിയ കൊള്ള പ്രാപിച്ച് മടങ്ങി വരും. ഞാനൊരു ചിന്ത പറയാം. വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ ചിന്തയാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ കൂടെ, ഈ സങ്കീർത്തനം നിന്ന് പ്രബോധിപ്പിച്ചതുകൊണ്ട് അതിനോട് യോജിച്ച് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറയാൻ പരിശുദ്ധം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ഈ സങ്കീർത്തനം ഇന്ന് എടുത്തത് കൊണ്ട് ഇത് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കണ്ടോ? അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദത്തം പോലെ തന്നെ അവരവിടെ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ വെള്ളിയും പൊന്നും, തൊട്ടുമുള്ള വാക്യം അവിടെ കാണാൻ നമുക്ക് കഴിയും. വെള്ളിയും പൊന്നും വസ്ത്രങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. അതെല്ലാം കൊണ്ടാണ് അവരിപ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറയണം, നല്ല സ്തോത്രം ചെയ്യണം. സ്തോത്രം. ഇപ്പൊ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇതാ ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി രഥവും കുതിരയൊക്കെ വരുന്നുണ്ട്. അത് സാധാരണ രഥമല്ല. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചാട്ടെ. പിന്നെ അവൻ രഥം കെട്ടിച്ചു, പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. സ്തോത്രം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിപ്പിക്കുന്നത് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാമെങ്കിലും ഈ വാക്യങ്ങളെല്ലാം വായിപ്പിച്ച് അതിലൊരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരാഴ്ചക്കാലം കൊണ്ട് ഞാനിത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യം നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ഈ ചരിത്രം അറിയാം, ഈ വാക്യങ്ങൾ അറിയാം. പക്ഷേ ഈ സങ്കീർത്തനം ഞാൻ എടുത്ത് വെച്ചതുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കാതെ പോകാൻ പറ്റത്തില്ല. അവിടെ വായിക്കുന്നത് 600ഓളം
വിശേഷ രഥങ്ങളും പിന്നെ മിസ്രൈമിലെ എല്ലാ രഥങ്ങളും ഇവരെ പിടിക്കാൻ വരികയാണ്. ഒരു ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ പുറകിലറ്റിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 400 അല്ല, അവിടുത്തെ എല്ലാ രഥങ്ങളും വന്നാലും പോരാ, അന്യരാജ്യത്തിലുള്ള രഥങ്ങൾ വന്നാലും വാഗ്ദത്തത്തിന് സമയമായി കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരു ഫറവോന ശക്തിക്കും കഴിയത്തില്ല. 400 വർഷക്കാലം കഴിഞ്ഞിട്ട് അവരിവിടെ നിൽക്കുന്നത്. ഇനി അവരെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഫറവോന് നിനക്ക് കഴിയത്തില്ല. നീ അന്യരാജ്യത്ത് നിന്നും എത്ര രഥങ്ങൾ വന്നാലും, എത്ര കുതിരകൾ വന്നാലും, എത്ര പടയാളികൾ വന്നാലും വാഗ്ദത്തത്തിന് സമയമായി കഴിഞ്ഞാൽ എല്ലാ ഫറവോന്റെ ശക്തികളെയും മാറ്റിമറിച്ചുകൊണ്ട് നിന്നെ അക്കരെ കടത്തുന്ന ഒരു മഹാദൈവം, ഇസ്രായേലിന്റെ ദൈവം ഇന്ന് പകൽക്കാലം മാതാവേ പിതാവേ ദൈവമക്കളെ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പകൽക്കാലം എത്ര പേര് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. ഇനി നിന്നെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല, തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. നിങ്ങൾ ഈ ദൂതൊക്കെ കേട്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നു പകൽക്കാലം ഞാൻ ഈ വചനം പരസ്യ പ്രഖ്യാപനം ചെയ്യുകയാണ്. ചിലരെ തടഞ്ഞു നിർത്തുവാൻ ഇനി കഴിയത്തില്ല. ചിലരോടുള്ള വാഗ്ദത്തത്തിന് സമയമായി കഴിഞ്ഞാൽ ഒരു ഫറവോന രഥത്തിനും കഴിയത്തില്ല. ഇനി 2 മാസമേ ഉള്ളൂ, എങ്കിലും ആത്മാവിൽ പ്രവചിക്കുന്നു ഞാൻ. ചിലരോടുള്ള വാഗ്ദത്തത്തിന് സമയമായി. അക്കരെ കടക്കുവാൻ, വിദേശ യാത്ര പോകുവാൻ, തലമുറ ലഭിക്കുവാൻ, ഭവനം പണിയുവാൻ, കൃപകളും വരങ്ങളും പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ നിന്റെ വാഗ്ദത്തത്തിന് സമയമാ. ഞാൻ വെറുതെ വായിപ്പിച്ചതല്ല. ഞാൻ അതാ പക്ഷേ പറഞ്ഞു, നിങ്ങളിത് 100 വട്ടം ഈ ദൂത് കേട്ടിട്ടുണ്ട്, 100 വട്ടം നിങ്ങളിത് വായിച്ചിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ ഈ സങ്കീർത്തനയുടെ ബന്ധത്തിൽ ഇത് വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. 600 അല്ല, ഇനി എല്ലാ രഥം വന്നാലും ഒന്നുകൂടെ കൂട്ടി പറയുന്നു, അവിടെയുള്ള എല്ലാ മറുരാജ്യത്തുള്ള രഥം വന്നാലും വാഗ്ദത്തത്തിന് സമയമായാൽ ഒരു പിശാചിനും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഫറവോൻ പറയുന്നു, ഞാൻ അവരെ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, ഞാൻ അവരെ സംഹരിക്കും, എന്റെ ആശ നിവർത്തീകരിക്കും. എടാ, നിന്റെ ആശ ഇനി നിവർത്തീകരിക്കാൻ പറ്റത്തില്ല, സമയമായി. 400 വർഷക്കാലം കഴിഞ്ഞിട്ട് ഇവർ നിൽക്കുന്ന കേട്ടോ. പുറപ്പാട് പുസ്തകം 15:9 വായിച്ചാട്ടെ. ഫറവോന്റെ ആശ ഇവിടെ കാണാം നമുക്ക്. ഞാൻ പിന്തുടരും, പിടിക്കും, ഞാൻ അവരെ പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. മനസ്സിലായോ? ഞാൻ അവരെ പിടിക്കും. സ്തോത്രം. എന്റെ ആശ എന്താ എന്ന് അവന്റെ ആശ എന്നറിയാമോ? ഞാൻ വീണ്ടും ഇവരെ അടിമ ജോലി ചെയ്യിപ്പിക്കും, വീണ്ടും ചങ്ങലയായി ബന്ധിക്കും, വീണ്ടും ഇവർക്ക് കഠിന ജോലി കൊടുക്കും. അവന്റെ ആശയാ. ഞാൻ ഇതിൽ പലരെയും കൊല്ലും. ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും ഞാൻ തിരിച്ചെടുക്കും. എത്ര പേര് സ്തോത്രം ചെയ്യും? ഇന്നു പകൽക്കാലം 400 വർഷക്കാലം ഇവർ കൊള്ളയിട്ടതല്ല കേട്ടോ. കൊള്ളയിട്ടത് ഞാൻ മോഷ്ടിക്കുന്ന അർത്ഥം. ഇസ്രായേൽ മോഷ്ടിച്ചതല്ല കൊള്ളയിട്ടത്. പിന്നെയോ 400 വർഷക്കാലം അധ്വാനിച്ച നന്മ അവര് വെള്ളിയായും പൊന്നായും വസ്ത്രമായി കൊടുത്തതാ. നമ്മൾ സർക്കാർ ജോലി ചെയ്യുമ്പോഴോ സ്തോത്രം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുമ്പോഴോ തക്കതായ നന്മ കിട്ടി നമ്മൾ അപേക്ഷ കൊടുക്കും. നമ്മൾ ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടുന്നില്ല. എന്തിന്? ജയിലിൽ കിടന്നാൽ കിട്ടുമല്ലോ. 10 വർഷമോ 5 വർഷമോ 15 വർഷമോ ജോലി ചെയ്ത് അവന് കൂലിയുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം എത്ര വർഷം കിടന്നുവോ അത്രയും വർഷത്തിന് പണം അവന് കിട്ടും. അതുപോലെയാണ് ജയിലിനകത്ത് കിടന്നതുപോലെയാണ് ഇസ്രായേൽ ജനം ജോലി ചെയ്തപ്പോൾ അവർ 400 വർഷക്കാലം ചെയ്ത നന്മയാണ് അവര് കൊടുത്തത്, അല്ലാതെ കൊള്ളയിട്ടതല്ല. നിനക്കർഹതപ്പെട്ട നന്മയാണ്, ഇസ്രായേൽ ജനത്തിന് അർഹതപ്പെട്ട നന്മയാണ്, വർഷങ്ങളായി മാറ്റിവെച്ച നന്മയാണ്. വെള്ളിയായി പൊന്നായി വിശേഷ വസ്ത്രങ്ങളായി കൊണ്ടുവന്നത്. അതിനെ അപകരിക്കുവാൻ ഞാൻ അവരെ കൊള്ള പങ്കിടും. എന്റെ ആശ നശിക്കും. ഇനി നടക്കത്തില്ല. സമയമായി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ദൂത് പോലെ ഇന്ന് ഈ പകൽക്കാലം ഈ സഭയെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു. ചിലരോടുള്ള വാഗ്ദത്തത്തിന് സമയമായി. നിന്നെ ഇനി പിടിക്കാൻ പറ്റത്തില്ല, നിന്നെ. നീ വാഗ്ദത്തമുള്ളവനാണ്.
നിനക്ക് വേണ്ടി അബ്രഹാം വഴി തുറന്നു. വഴി തുറന്ന വഴിയിൽ കൂടെ ശത്രുവിനെ കടത്തിവിടാൻ പറ്റത്തില്ല. ശത്രു നടക്കാനുള്ള പാതകളുടേത്. ദൈവം തമ്പുരാൻ നിനക്ക് മേശ ഒരുക്കുക. അത് നിനക്കുള്ള മേശയാ. ഫറവോനും നടക്കാൻ നോക്കി. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഈ വഴി തുറന്നത് കട്ടതയോടെ പ്രാർത്ഥിച്ച, ഇരുമ്പു ചങ്ങലയിൽ കിടന്ന, അന്ധകാരത്തിൽ കിടന്ന, ഭാരപ്പെട്ട, ഉപവസിച്ച, പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തിന് വഴി തുറന്നപ്പോ ഫറവോൻ അതിൽ കൂടെ പോകാൻ നോക്കി. 600 രഥവുമായി പോയാലും അതിനകത്ത് മുക്കിക്കൊള്ളുന്ന അഭിഷേകത്തിനായി സ്തോത്രം. എത്ര പേര് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? നീ ദൈവദാസിയെ, സഹോദര സഹോദരി, നിന്റെ വാഗ്ദത്തത്തിന് സമയമായി എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോ ദൈവത്തിന്റെ വലിയ വിടുതൽ നടക്കാൻ ബന്ധിച്ചൊതുക്കുന്ന ബന്ധനങ്ങൾ അഴിയുവാൻ ഈ വിശുദ്ധ ദിവസത്തിൽ ഇസ്രായേലിനെ അക്കരെ കടത്തിയ മഹാദൈവം എന്നെ നിങ്ങളെ കടത്തുവാൻ സമയമായി. എത്ര പേര് അത് വിശ്വസിക്കുന്നതിനോട് ചേർന്ന്? എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. വെറുതെ ഞാൻ ഈ സങ്കീർത്തനെടുത്ത് പറയുന്നൊന്നുമല്ല. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിച്ച ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. എനിക്കിന്നൊരു അറിയാം, 1 മാസത്തോടെ കഴിയുമ്പോൾ എന്നെ ശക്തമായി മാനിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ശക്തമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ആ കടത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ, വിവാഹമാകട്ടെ, ഭവനമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കൃപകളാകട്ടെ, വരങ്ങളാകട്ടെ, സൗഖ്യങ്ങളാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അക്കരെ വിദേശത്ത് പോകുന്നതാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, അതിലേക്ക് നിങ്ങളെ കടത്തുവാൻ ഇസ്രായേലിന്റെ മഹാദൈവം ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ പോലെ ഒരുങ്ങുന്ന ആന്റിമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അച്ചായന്മാരെ, പാസ്റ്റർമാരെ വേഗത്തിൽ മറുപടി ദൈവം തരും. അത് ശുശ്രൂഷയാകട്ടെ. ഒരുങ്ങണം. ഇല്ലാതെ നടക്കത്തില്ല. ഇവിടെ പലരും രഹസ്യമായി ഉപസിക്കുന്നവരുണ്ട്. അവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അക്കരയ്ക്ക് കടക്കാൻ വേണ്ടി ആത്മീയ മേഖലയിലും ഭൗതിക മേഖലകളിലും അക്കരയ്ക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഉപസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തം നമുക്കുണ്ട്. നമ്മൾ തമ്പുരാൻ അക്കരെ കടത്തും. ആരാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. വാഗ്ദത്തത്തിന് സമയമായാൽ ആരാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമ്മൾ അക്കരയ്ക്ക് കടത്തുവാൻ, കരം പിടിച്ച് നടത്തുവാൻ ഇസ്രായേൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ ഇന്നു മുതൽ ഈ സങ്കീർത്തനം പ്രബോധിപ്പിച്ച ഈ നിമിഷം മുതൽ അക്കരയ്ക്ക് കർത്താവേ കടന്നു പോകുന്ന ഒരു സ്വർഗീയ സന്തോഷത്തിലേക്ക്, ആത്മീക സന്തോഷത്തിലേക്ക്, ഭൗതിക സന്തോഷത്തിലേക്ക് തന്റെ ജനത്തെ കടത്തേണ്ടതിനായി സ്തോത്രം. ഇതുവരെ ഒരു നീക്കുപോക്കില്ലാതെ സാമ്പത്തിക മേഖലകളിൽ, ഭവന മേഖലകളിൽ, ഭാവി ജീവിതങ്ങളിൽ നീക്കുപോക്കില്ലാതെ നിന്നപ്പോൾ അങ്ങനെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയുള്ള ഉപവാസങ്ങളും കണ്ണുനീരുകളും പ്രാർത്ഥനകളും കാണാതെ പോകുന്ന ദൈവമല്ലല്ലോ അങ്ങ്. തന്റെ ജനത്തിന്റെ കണ്ണുനീരും കട്ടതകളും കണ്ടറിഞ്ഞ് അവരെ അക്കരെ കടത്തുന്ന വലിയ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തോടും സങ്കീർത്തനത്തോടും നീതി പുലർത്തിയ, ആത്മാർത്ഥമായി നീതി പുലർത്തിയ ആരെല്ലാം ഉണ്ടോ അവരെ ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കുന്ന സ്വർഗം ഇവിടെ ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. മാനിക്കും, ആദരിക്കും. വാഗ്ദത്തം കണ്ട് നൃത്തം ചെയ്ത് ആരാധിപ്പാൻ, സന്തോഷിക്കുവാൻ തൻ്റെ ജനത്തെ ദൈവം സഹായിക്കും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ. ഈ സങ്കീർത്തനങ്ങളാ ദൈവം അനുഗ്രഹിക്കട്ടെ.
ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല തളരുകയില്ല, ഇല്ല ഇല്ല പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റൻ മേലാടിച്ചെന്നാലും എന്റെ ഉള്ളം കാലങ്ങീടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിതച്ച് എന്റെ നേരെ മാറിയാലും, പ്രതികൂല കാറ്റൻ മേലാടിച്ചെന്നാലും എന്റെ ഉള്ളം കാലങ്ങീടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിയിടിലും, ഇല്ല ഇല്ല കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല വീഴുകയില്ല. ഒരിക്കൽ കൂടെ, ഇല്ല ഇല്ല കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഒരുമിച്ച് ചേർന്ന്, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. The name of Jesus. പെരുമാറാനായിട്ട് വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ റോയ് പാസ്റ്റർ, അതുപോലെ സോമൻ പാസ്റ്റർ, ഉദയചരൻ ദേവദാസൻ, കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളേവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വേദഭാഗം വായിച്ച് ഒരു രണ്ട് ചിന്തകൾ പറഞ്ഞ് വേഗം കാണിക്കാൻ ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം എന്ന് വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷകരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ച് നോക്കിയാലേ മണവാളനെ വിളിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് അവിടെ വായിച്ചു കേട്ടത്. നമുക്ക് ഒത്തിരി പ്രാവശ്യം കേട്ട ഒരു വേദഭാഗമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും നമുക്ക് പ്രാവശ്യം കൂടി ഈ ഭാഗം വായിച്ച് ഒന്നിട്ട് ചിന്ത പറഞ്ഞ് വേഗം തണിക്കാൻ കർത്താവ് ശരണപ്പെടുക. ഈ വെള്ളിയാഴ്ച
നമ്മുടെ പക്ഷയുടെ കുടുംബറാട്ടം നടക്കുന്ന സമയത്ത് ഞാൻ അല്പമായിട്ട് ഇതൊന്നും സംസാരിച്ച് വെക്കാൻ ഇടയായി. സ്തോത്രം. എന്നാൽ അതിന് ശേഷമായിട്ട് ഞാൻ വീട്ടിൽ പോയി ഈ ഭാഗം ഞാൻ ഒന്നിരണ്ട് ആവർത്തി ഞാൻ വായിച്ചപ്പോൾ ഒത്തിരി ചിന്തകൾ ഈ ഭാഗത്തും ദൈവാത്മാവ് എനിക്ക് തരുവാനിടയായി. നമ്മൾ ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതായത് വീണ്ടും നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് അതിലൂടെ ഇടപെട്ട് നമുക്ക് ഒത്തിരി ആത്മീയ ചിന്തയും അതുപോലെ ഒപ്പം തന്നെ ഭൗതിക ചിന്തകൾ നമുക്ക് തരാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാനൊരു ഭാഗം തന്നെ പല പ്രാവശ്യം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗം അങ്ങനെയാണ് എനിക്ക് വായിച്ചപ്പോൾ, അതിൽ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ചിന്തകൾ തരാനുണ്ട്. അതെല്ലാം പറയുവാൻ സമയമില്ല. എങ്കിലും ഓടിച്ച് ചില കവിവാചകത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗം പങ്കെടുത്താവശ്യമാണ്. ഇപ്പോഴത്തെ സമയം നമ്മുടെ മുമ്പിൽ വളരെ വിളവാകുകയാണ്. സ്തോത്രം. ഇവിടെ നമുക്കറിയാം ഗലീലയിലെ കാനാവിലെ കല്യാണം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ ഒരു കല്യാണത്തോടെ ആരംഭിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇതിന്റെ സഭയുടെ പര്യവസാനവും ഒരു കല്യാണത്തിലാണ് അവസാനിക്കാൻ പോയത്. സ്തോത്രം. ഇവിടെ നടന്ന കല്യാണം എന്ന് പറഞ്ഞൊരു ഭൗതിക കല്യാണമാണ്. സ്തോത്രം. മണവാളിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ മണവാട്ടിയെ കുറിച്ച് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ ചെന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മണവാട്ടിയാണ്. സ്തോത്രം. മണവാളിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും മണവാട്ടിക്കാണ് ഈ ഒരുക്കത്തിലായാലും അല്ലെങ്കിൽ മണവാട്ടി വരുന്ന ആ ഒരു രംഗത്തിലും ഒക്കെ നമുക്ക് ഒത്തിരി നമ്മൾ എത്ര വീക്ഷിക്കുന്നത് എപ്പോഴും മണവാട്ടിക്കായിരിക്കും, ഇല്ലേ? സ്തോത്രം. ഇവിടെ കർത്താവ് അത് തന്നെയാണ്, മണവാട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ ഭാഗം നാം ചിന്തിച്ചു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഇപ്പൊ ഇവിടെ കല്യാണത്തിന് ഹല്ലേലൂയ സ്തോത്രം, കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായി. അവരേതോ ആയിരിക്കാം, അതുകൊണ്ടാണ് അവരവിടെ ഉണ്ട്. എന്നാൽ യേശുവിനെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്ന അറിയാമോ? അവിടെ ക്ഷണിക്കാനിടയായി. ഈ മറിയെ ക്ഷണിച്ചതായിട്ടവിടെ പറയുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ എന്ത് ചെയ്തു? ക്ഷണിച്ചു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ക്ഷണിച്ചാൽ അത് വലിയ അനുഗ്രഹമായി. ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചതിന് ശേഷം കാണാൻ കഴിയുന്ന ധാരാളമുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് അവിടെ വീഞ്ഞിന്റെ പോരായ്മ ഉണ്ടായി. വീഞ്ഞിന്റെ പോരായ്മ ഉണ്ടായി പറഞ്ഞത് മറിയ യേശുവിനോട് ചെന്ന് പറയുക, ഈ വീട്ടുകാർക്ക് എന്തില്ല? വീഞ്ഞില്ല. അവർക്ക് വീഞ്ഞിന്റെ പോരായ്മ ഉണ്ടായി. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറയാമോ? ഈ എനിക്കും നിനക്കും തമ്മിൽ ഇവിടെ എന്താണ്? കാരണം ഞാനും നിങ്ങളും ഇവിടെ എന്താണ്? ഇവിടെ വിരുന്നുകാരാ, അല്ലെങ്കിൽ നമ്മളിവിടെ ഗസ്റ്റായിട്ട് വന്നവരാ. നമുക്കല്ല ഇവിടെ പ്രാധാന്യം. സത്യത്തിൽ ഈ വിഷയം ഒന്ന് പറയേണ്ടത് ആ വീട്ടുകാരാണെന്ന് പറയേണ്ടത്. ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എനിക്ക് നിങ്ങൾക്ക് ഒരു പോരായ്മ ഉണ്ടായാൽ ആ പോരായ്മ നമ്മൾ കർത്താവിനോട് പറയേണ്ടത് ഞാനും നിങ്ങളുമാണ്. ആവശ്യക്കാരാണ് എന്ത് പറയേണ്ടത്? കർത്താവിനോട് പറയേണ്ടത്. സ്വതന്ത്രം. ഇവിടെ ആ സ്ത്രീ, ഇവിടെ ഈ യേശുവിന്റെ അമ്മയാണ് എന്ന് പറയുന്നത്. അത് എനിക്ക് നിനക്കും അല്ല ഇവിടെ വലിയ വിഷയം, മറിച്ച് വീട്ടുകാർ വന്ന് പറഞ്ഞാൽ അവരുടെ വിഷയത്തിൽ ദൈവം ചെയ്യും. പക്ഷെ എങ്കിലും ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. സ്വതന്ത്രം. ഈ യേശുവിനെ കുറിച്ച് കാരണം കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭമാണല്ലോ. അതുകൊണ്ട് യേശു ആരാണെന്നും യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണെന്നും ആർക്കും തന്നെ, ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് തന്നെ അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ നമുക്കാണെങ്കിൽ ഇപ്പോൾ 2025 വർഷത്തോളം നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് കൊണ്ട്, നമുക്ക് യേശുവിന്റെ പ്രവർത്തികളെല്ലാം ഈ ഭൂമിയിൽ കർത്താവ് തീർച്ചയായിട്ട് പോയതായതുകൊണ്ടും നമുക്ക് യേശുവിന്റെ പ്രവർത്തി എന്താണെന്നും യേശു ആരാണെന്നും എന്താണെന്നും നമുക്ക് മനസ്സിലാകും. എന്നാൽ അന്ന് ആരംഭമായതുകൊണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, യേശുവിന്റെ ശുശ്രൂഷയുടെ ഇത് ആരംഭമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇത് വേണ്ടതുപോലെ അറിയത്തില്ല, യേശു ആരാണെന്ന് പോലും അറിയത്തില്ല. എന്നാൽ മറിയക്ക് നല്ലവണ്ണം അറിയാം കേട്ടോ ഈ യേശു ആരാണെന്ന്. പക്ഷെ മറിയ അത് വെളിപ്പെടുത്തിയതും സ്തോത്രം. കാരണം യേശുവിനെ തന്റെ വയറ്റിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ദൂതന്റെ വാക്കുകളാൽ ഈ യേശു ആരാണെന്ന് നല്ലതുപോലെ ദൂതനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാ. അതുകൊണ്ട് ഈ യേശു ആരാണെന്ന് അവർക്കറിയാം. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? അത് പരസ്യമാക്കിയില്ല. അവൾക്കാണെങ്കിൽ പറയാം, യേശു അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, ജനത്തെ പാപത്തിലിരിക്കുന്നതിന്റെ ജനത്തെ വീണ്ടെടുക്കാനുള്ളവനായ വ്യക്തിയാണെന്നുള്ളത് വ്യക്തമായിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതെല്ലാം പരിശുദ്ധാത്മാവ് തടഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ വെളിപ്പെടുത്തേണ്ടത് മറിയല്ല. മറിയയ്ക്കൊരു ദൗത്യമുണ്ട്, യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ മറിയയ്ക്ക് ഉത്തരവാദിത്തമില്ല. ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ്
കർത്താവിനെ കുറിച്ച് നമ്മൾ പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള പല വിഷയങ്ങളും ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുന്ന അവരവരുടെ ജോലി ചെയ്യുക പോവുക, അത്ര മാത്രമേ ഉള്ളൂ. നമുക്കറിയാലേ യോഹന്നാൻ തന്നെ യേശുവിന് ഉണ്ടായിട്ട് വന്നത് എന്താ വന്നത്? ആ യേശുവിന് വഴിയൊരുക്കുവാനായിട്ടാണ് വന്നത്. യോഹന്നാന്റെ ജോലി എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി വഴിയൊരുക്കുക. അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാവിത്. കർത്താവിന്റെ വഴിയൊരുക്കി അവരുടെ പാത തീർപ്പാക്കുക. ഈ അന്ന് മരുഭൂമി പോലെ കിടക്കുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദൈവമക്കൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് ആ ഏരിയ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനാണ് യോഹന്നാനെ വിളിച്ചത്. യോഹന്നാൻ വന്ന് വഴിയൊരുക്കി. യോഹന്നാന്റെ ദൗത്യം കഴിഞ്ഞ് യോഹന്നാൻ തിരുവനന്തപുരം പോയി. അതുപോലെ യേശുവിന്റെ അമ്മയ്ക്കും അത് തന്നെയാ. അതുപോലെ എനിക്ക് നിങ്ങൾക്ക് എന്താ ദൗത്യം? നമ്മൾ ദൈവത്തിന്റെ വചനം സുവിശേഷം ലോകത്തോട് അറിയിക്കുക, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തോട് അറിയിച്ച് മറ്റുള്ളവർ നമ്മുടെ സുവിശേഷം കേട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് അവർ രക്ഷിക്കപ്പെടണം. ഈ ഒരു ദൗത്യമാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുക. അവരവരുടെ ദൗത്യം പൂർത്തീകരിക്കുക, അവരവർ മടങ്ങി പോവുക. അത് തന്നെ ഉള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് മറിയം എന്ത് ചെയ്യാത്തത്? യേശുവിനെ വെളിപ്പെടുത്താത്തത്. അവർ അങ്ങനെ പറഞ്ഞത്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ നമുക്കറിയാം പോരായ്മയാണ് സംഭവിച്ചത്, വീഞ്ഞിന്റെ പോരായ്മയാ. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെന്ന് ശുശ്രൂഷക്കാരോട് പറയുമ്പോൾ എനിക്കിവിടെ എടുത്തു പറയാനൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യേശു വന്ന് എന്തെങ്കിലും കൽപ്പിക്കുകയാണോ? ആ ഭവനത്തോട് എന്തെങ്കിലുമല്ല. ഹല്ലേലൂയ, ഭവനത്തിന് എന്താണ് ആവശ്യം അതാണ് യേശു കൽപ്പിക്കാൻ പോകുന്നത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം അതാണ് യേശു കൽപ്പിച്ചു. ഹല്ലേലൂയ, നമ്മൾ നിറവേറ്റാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് അവിടെ എന്തിന്റെ കുറവാണ് ഉള്ളത്? അവർക്ക് വീഞ്ഞിന്റെ കുറവാ. അതാണ് ദൈവം അവിടെ പരിഹരിപ്പാനിടയായി. സ്തോത്രം. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ബർത്തിമേയ്ക്ക് എന്താ ആവശ്യം? അവന് കാഴ്ചയാ, അവന് കാഴ്ച കൊടുത്തു. നമ്മുടെ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. അബ്രഹാം നോക്കിലിരിക്കുന്ന സമയത്ത് കർത്താവ് തന്റെ കൂടാരത്തിൽ ചെന്നിട്ട് ഹല്ലേലൂയ അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? തന്റെ ഭാര്യയാകുന്ന സാറായി വിളിച്ചിറക്കിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഇവിടെ വരുമ്പോൾ നീ ഒരു മകനെ അണയ്ക്കുമെന്നാണ് പറഞ്ഞത്. അവർക്കൊരു മകനാണ് ആവശ്യം. ആ കാര്യമാണ് കർത്താവ് അവിടെ കൊടുത്തത്. എനിക്ക് നിങ്ങൾക്ക് ഏതാണോ വിഷയം, നമ്മൾ ആ വിഷയം ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തരുവാനിടയായിരിക്കും. എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചിട്ട് പോകുന്നവരല്ല. നിനക്ക് എന്താണോ ആവശ്യം അത് ദൈവത്തിന് വേണ്ടി തരുവാൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ വിഷയം എന്താണെന്ന് നല്ലതുപോലെ അറിഞ്ഞ് അതിന് മറുപടി തന്നു മനിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നവനല്ല. ഹല്ലേലൂയ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്തിട്ട് പോകുന്നവരല്ല. മറിച്ച് നിനക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ നിന്റെ രോഗത്തിന്റെ വിടുതലായിരിക്കാം, അത് നീ ദൈവസന്നിധിയിൽ പറയുക. അല്ല നിന്റെ തലമുറകളെ കുറിച്ചുള്ള ഏതെങ്കിലും വിഷയമാണോ അത് നീ ദൈവസന്നിധിയിൽ പറയുക. അതിന് ദൈവം പരിഹാരം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മാത്രം കൊടുക്കാമോ? അതിനുശേഷം നമുക്കറിയാം അവിടെ കാണുന്ന പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ നമുക്കറിയാം ഒരു 6 കൽപ്പാത്രമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാനായിരുന്നു ഇങ്ങനെ പറഞ്ഞു വന്നത്. 6 കൽപ്പാത്രങ്ങൾ 2-3 പറ വീതം വെള്ളം കൊള്ളുന്ന ഒരു 6 കൽപ്പാത്രം അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഈ കൽപ്പാത്രത്തിലേക്ക് നമ്മുടെ കർത്താവിന്റെ കണ്ണുന്ന് ഹല്ലേലൂയ ഒന്ന് ഉടക്കുവാനിടയായി. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഈ വിഷയം ഇങ്ങനെ ഇവിടെ വീഞ്ഞിന്റെ പോരായ്മയുണ്ടല്ലോ, നിങ്ങൾ ആ കൽപ്പാത്രം എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് അകത്തു കൊണ്ടുവരണം. ഇത്രയും നാളായിട്ട് ആ കൽപ്പാത്രം അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. യുവതന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവരുടെ കാലുകൾ കഴുകേണ്ടതിന് അതിൽ വെള്ളം നിറച്ചു വയ്ക്കും. അതാ വീടിന്റെ പുറത്താണ് ഇരിക്കുന്നത്. നാളുകളായിട്ട് അത് അവിടെ ഇരിക്കുക. യുവതന്മാരുടെ എല്ലാം അവിടെ കടന്നു ആ വീട്ടിലേക്ക് വരുന്നവരുടെ എല്ലാം കാലുകളൊക്കെ കഴുകി വൃത്തിയാക്കും. പക്ഷെ ഈ കലത്തിന് അല്ലെങ്കിൽ ഈ കുടത്തിന് ഒരു വൃത്തിയും ഇല്ല. അത് മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയില്, മഞ്ഞെങ്കിൽ മഞ്ഞ് എല്ലാം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുക. അതിനൊരു വൃത്തിയുമില്ല. പക്ഷെ മറ്റുള്ളവരെ വൃത്തിയാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനൊരിക്കലും ആ വീടിന്റെ ഉള്ളിലൊന്നും കയറാൻ കഴിയത്തില്ല. ആ വീട്ടുകാരുടെയാണ് ആ കുടമൊക്കെ. എങ്കിലും അവർക്കെന്തില്ല, അവരെന്ത് ചെയ്യത്തില്ല, ഈ കുടം ഈ വീടിനകത്ത് കയറ്റത്തില്ല. കാരണം അത്രമാത്രം വൃത്തിഹീനമായ ഒരു കാലമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇവരുടെ കാലൊക്കെ വൃത്തിയാക്കുന്നത്. സ്വാതന്ത്ര്യം യുവതന്മാരുടെ ഹല്ലേലൂയ ഓരോ നിയമങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ചിരി വന്നു പോകും. ഹല്ലേലൂയ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവര് പാത്രങ്ങളെ കിണ്ടിയുടെയൊക്കെ പുറം അവർ വൃത്തിയാക്കും, അകം എന്ത് ചെയ്യത്തില്ല. അത് അകത്ത് വെള്ളത്തിൽ ഒഴിച്ച് കൈയിട്ട് വിട്ടതേ ഉള്ളൂ. പുറമിട്ട് തേച്ച് വരച്ച് അങ്ങ് മീനിങ്ങുന്ന പോലെ ആക്കി വെക്കും.
അത് ഈ ബാബിലോണിയ സംസ്കാരമാണ്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ഈ നമ്മുടെ ഈ ഇതുകളെയൊക്കെ നോക്കിയാൽ മതി. പ്രായമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെയാണ്. അവർ പാത്രങ്ങളൊക്കെ വാരിയിട്ട് ശരിക്കും അങ്ങ് തേച്ച് കഴിക്കും. അതങ്ങ് നല്ലോണം പ്രാകണം. പക്ഷെ തേച്ച് ഒരു കാര്യം രാത്രി പോകാനായിരിക്കും. ആ രീതിയിൽ എന്തായാലും തേപ്പ് ഉറവൊന്നുമില്ല. പക്ഷെ അകമൊന്നും വലിയ തേക്കത്തിൻ്റെ സ്വന്തം യഹൂദന്മാരെല്ലാം പുറമേ ഉള്ളതിനെ കാണിക്കുവാനായി യഹൂദനെ നിർത്തിയേക്കുന്ന ദൈവം. ആരേരിയത്താൽ രണ്ടാം ഇസ്രായേലാകുന്ന എന്നെയും നിങ്ങളെയും നമുക്ക് പുറമേ ഉള്ളതല്ല, നമുക്ക് അകമേ ഉള്ളതാ. ഹൃദയങ്ങളെ അവൻ ശോധന ചെയ്യുന്നത്. നിന്റെ അകം ശുദ്ധിയാകണം, പുറം ശുദ്ധിയാക്കിയിട്ട് കാര്യമില്ല. പൗലോസ് തന്നെ പറഞ്ഞ് നിങ്ങൾ മുടി പിന്നുന്നതോ അല്ലെങ്കിൽ പുറമേ ഉള്ള ഇങ്ങനെയുള്ള സ്വർണ്ണാണി എന്നോ ഒന്നുമല്ല. പിന്നെ അകമേ ഉള്ളതാണ് കർത്താവ് നോക്കുന്നത്. അകമേ ഞാൻ നിങ്ങളും വിശുദ്ധിയാകണം, വിശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് ദൈവത്തിന്റെ നോട്ടം എന്ന് പറയുന്നത്. ഹാലേലിയ. അത് രണ്ടാം പ്രകാരമാണ് എന്റെയും നിങ്ങളുടെയും ഹാലേലിയ പ്രമാണമാണ്. ഹാലേലിയ. ഇവിടെ ഇതാ പുറമേ ഹാലേലിയ അഴുക്കായിരുന്ന ഈ കുടത്തെ അകത്തേക്ക് യേശു വിളിച്ച് ക്ഷണിച്ച് അകത്തേക്ക് കയറ്റി. ഹാലേലിയ. അതൊരു ഭൗതിക ചിന്തയാണെങ്കിൽ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നെയും നിങ്ങളെയും യേശു ഹാലേലിയ ഈ കുടം എന്താണ്? ഞാൻ നിങ്ങളും ഹാലേലിയ സ്തോത്രം ദൈവത്തിന്റെ സഭയാണ്. ഹാലേലിയ. പുറത്തു കിടന്ന് ഹാലേലിയ ആർക്കും വേണ്ടാതെ എല്ലാവരും തിരിക്കപ്പെട്ട് തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് വേണ്ടാതെ കിടന്ന എന്നെയും നിങ്ങളെയും ഹാലേലിയ സ്വർഗത്തിലെ ദൈവം ഹാലേലിയ വിളിച്ച് വേർതിരിച്ചെങ്കില്, നമ്മിൽ നല്ലത് നിറച്ചെങ്കില്, ഹാലേലിയ മറ്റുള്ളവർക്ക് ശുദ്ധിയുള്ളതാക്കി തീർന്നെങ്കില്, ഹാലേലിയ ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ ഫലമാകുന്ന വിധിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമയമുണ്ട്. യേശു ഇന്ന് ആ യഹൂദന്റെ ഭവനത്തിലേക്കാണ് ആ കുടത്തെ അകത്തേക്ക് കൊണ്ടുപോയതെങ്കിൽ ഇന്നെയും നിങ്ങളെയും ഇവിടെ എന്ന് വിളിക്കുന്ന സമയം അത് വിദൂരമല്ല എന്ന് ദൈവത്തിന്റെ വചനം ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഇതിന്റെ ആത്മീയാർത്ഥം അവിടെയാണ് വെളിപ്പെടാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ സഭയാണെങ്കിൽ അത് പുറത്തു കിടന്നതായിരുന്നുവെങ്കിൽ കർത്താവ് അകത്തേക്ക് കൊണ്ടുവരുന്ന സമയം അത് വിദൂരമല്ല. നിറച്ചതാ ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ശുദ്ധിയുള്ളതാകുന്ന നിലയുള്ള വചനം വാക്കുകളായിരിക്കണമേ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഒപ്പിനാൽ വിധി വരുന്നതായിരിക്കട്ടെ എന്ന്. ഒത്തിരി ചിന്തകളും അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമായ പറയാൻ സമയമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം പുറത്തു കിടന്ന ഈ പുറത്തെ കലത്തെല്ലാം കർത്താവ് അകത്തേക്ക് കൊണ്ടുവരുവാൻ ക്ഷണിക്കുക. ആർക്കും ഹല്ലേലൂയ കരുണയില്ലാതെ ഒരു കണ്ണിനും ദയയില്ലാതെ കിടന്ന എന്നെയും നിങ്ങളെയും കരുണ തോന്നിയത് നമ്മുടെ കർത്താവ് മൂലമാണ്. പുറത്തു കിടന്നവർ, പാലത്തിന് പുറത്തു കിടന്നവർ, എല്ലാവരും തള്ളപ്പെട്ടവരെ ഹല്ലേലൂയ ദൈവം അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ എന്നിൽ നല്ലത് നിറച്ചുകൊണ്ട് ദൈവത്തെ നമ്മെ പ്രേരണപ്പെടുത്തുവാനാണ്. സ്വന്തം കരകളെ മഹത്വപ്പെടുത്താം. ആ കുടം ഞാൻ നിങ്ങൾ കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരും യഹൂദൻ പോലും തള്ളിക്കളഞ്ഞ് നമ്മളെ അവർക്ക് ലജ്ജിച്ചാണ്. ഹല്ലേലൂയ. എന്നാൽ യഹൂദനെ സൃഷ്ടിച്ചവനെ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് അവിടെ യാതൊരു ഇച്ഛയില്ല. എല്ലാം ദൈവം ഒരുപോലെ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മുഖപക്ഷവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഈ നല്ല നീതിക്കായി ദൈവത്തെ സ്തുതിക്കുക. സമയമില്ലല്ലോ. ഞാൻ ഹല്ലേലൂയ വാക്കുകൾ വിരാമിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കാലത്തെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവ് പറയും അപ്പോൾ നിറയ്ക്കേ അത് കൊണ്ട് നിങ്ങൾ എല്ലാവർക്ക് അവ വന്ന ഹല്ലേലൂയ വിരുദ്ധവാഴി കൊണ്ട് കൊടുക്കുവാൻ തുടങ്ങി. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ അത് കോരി അവർ വിരുദ്ധവാഴികളെല്ലാം കൊണ്ടു കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒത്തിരി സംശയങ്ങൾ ഉളവാക്കുന്ന ചില വാക്കുകളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നു യഹൂദന്മാർക്ക് അബദ്ധം വല്ലതും പറ്റിയതാണോ? ഹല്ലേലൂയ സ്തോത്രം. അവർ വിചാരിച്ചെന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഇത് ആരാണ് ഈ നല്ല ബീജൊക്കെ ഉണ്ടാക്കിയതെന്ന് ഈ വിരുദ്ധവാഴിക്കൊന്നും അറിയത്തില്ല. ശുശ്രൂഷക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അവരെ കണ്ട് മണവാളനെ നീ വിളിച്ചോട്ട് പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. മണവാളോടാണ് ആ വാക്യം നമ്മൾ വായിച്ചത്. സ്വന്തം മണവാളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നല്ല മീനൊക്കെ നീ ഇവിടെ കരുതി വെച്ച മണവാളിനെ അന്തം വിട്ട് നിൽക്കുക. കാരണം മണവാളിനല്ലല്ലേ ഇത് ഉണ്ടാക്കിയത്, അത് അവിടുത്തെ മണവാളൻ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിങ്ങൾ വിളിക്കും ആത്മമണവാളനാണ് ക്രിസ്തുവാണ് ഉണ്ടാക്കിയത്. അത് അവർക്കറിയത്തില്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നേ. മനസ്സിലായില്ല? ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ മണവാളിനെ വിളിച്ച് മണവാളിന് ഇതൊന്നും അറിഞ്ഞാൽ ഭാവനത്താൾ ഒരുങ്ങി കിട്ടിയിരിക്കുക. അവിടെ പുറമെ നടക്കുന്ന അടുക്കളയിലൂടെ അല്ലെങ്കിൽ കലവറയിൽ നടക്കുന്ന കാര്യമൊന്നും മണവാളിന് അറിയത്തില്ല. എന്നാൽ സ്വർഗീയ മണവാളനാകുന്ന കർത്താവാണ് അത് ഒരുക്കി കൊടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. ആ മണവാളിനെ വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ മണവാളിനെ നമ്മൾ ഹല്ലേലൂയ ക്ഷണിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം ഞാൻ നിങ്ങൾ സഭയാ. നമുക്ക് ഹല്ലേലൂയ മണവാളുമായിട്ടാണ് കാര്യമുള്ളത്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ മണവാളിനെ വിളിക്കും, മണവാളൻ നമ്മയും വിളിക്കും കേട്ടോ. ഹല്ലേലൂയ.
വചനം വളരെ അർത്ഥവത്തായ വചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു കല്യാണമാണ്. അവിടെ മണവാട്ടിക്ക് ഒരുപോലെ ഹല്ലേലൂയ സ്തോത്രം പ്രാധാന്യമുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇതാ ഹല്ലേലൂയ വിരുന്നുവാഴികൾ കൊടുത്തപ്പോൾ അവർ വളരെ സന്തോഷിപ്പാനിടയായി. അവർ പറഞ്ഞത് ഹല്ലേലൂയ വീര്യമുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ലഭിക്കാറുള്ളത്. കാരണം ഈ ഹല്ലേലൂയ ഇവിടെ കല്യാണത്തിന് പോയാൽ ഏറ്റവും വീര്യമുള്ള ആദ്യം കൊടുത്ത് അതിപ്പോൾ നമ്മൾ ലൈനിലേക്ക് പിടിച്ചതിന് ശേഷമാണ് വീര്യം കുറഞ്ഞത് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആദ്യം വീര്യം കുറഞ്ഞത് കൊടുത്തിട്ട് പിന്നീട് വീര്യമുള്ളത് കൊടുക്കുവാനായിട്ട് അവന് അവർക്ക് ഒരു വലിയ സംശയത്തിന് കാരണമായി. എന്നാൽ കർത്താവിന്റെ പ്രവൃത്തി അങ്ങനെയാണ്. അവർക്ക് പലപ്പോഴും വിരുദ്ധമായി തോന്നുന്നെങ്കിലും നമുക്കത് ന്യായമായിട്ട് തന്നെയാണ്. അതോടെ നിയോജനമേ ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ സഭയാകുന്ന ഞാൻ നിങ്ങൾ സ്തോത്രം ഈ വചനത്തിലൂടെ ഹല്ലേലൂയ ദൈവം നമ്മെ വിളിച്ചറിയിക്കുക. ദൈവത്തിന്റെ സഭയാകുന്ന ഞാൻ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം തുടർന്നുള്ള നാടുകളിൽ ദൈവത്തെ മുൻപിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആത്മാവിൽ ഞാൻ ആരാധന ദൈവത്തിന് താനിരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കും. സന്തോഷത്തോടെ കടപ്പെടുത്തി നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ചിന്ത കേൾപ്പാൻ ദൈവം സഹായിച്ചു. ഒത്തിരി സന്തോഷം തോന്നിപ്പോയി. കല്യാണക്കാരിയൊക്കെ പറഞ്ഞപ്പോൾ പലരും പലരുടെ കല്യാണങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഇനി നടക്കാൻ പോകുന്ന കല്യാണം, നടത്തേണ്ട കല്യാണോ, ആരുടെ എങ്ങനെ നടത്താൻ, എവിടെ കൊണ്ടിട്ട് പറ്റിക്കാന്നൊക്കെ നോക്കുക. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു, കല്യാണ വിരുന്ന് വീട്ടിലെ കർത്താവ് വന്നു. അവിടെ ദേവദാസൻ പറഞ്ഞതുപോലെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. അടയാളങ്ങളുടെ ആരംഭം. എത്ര പേര് രാമൻ പറയും? അടയാളങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി ഇരുത്തി ഒത്തിരി അങ്ങ് ചിന്തിക്കാനുണ്ട് അതിനകത്ത്. അടയാളങ്ങളുടെ ആരംഭം കുറിക്കാൻ പോവാ. ദൈവം ഒരു ആരംഭം കുറിക്കാൻ പോവാ. ഇന്ന് വിശുദ്ധാരാധനയിൽ എൻ്റെ ജീവിതത്തിൽ ഒരാരംഭം ദൈവം കുറിക്കുമെന്ന് വിശ്വസിക്കുന്നവര് മനസ്സ് നിറഞ്ഞൊരു സ്വതന്ത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി തിക്താനുഭവങ്ങൾ നേരിട്ട സാഹചര്യങ്ങളായിരുന്നു വിരുന്ന് വീട്. നിരാശ കൊണ്ട് ഒന്നടങ്കം അടപടലെ അവൻ മനസ്സും ഹൃദയവും ശരീരവും ജീവിതവും ഒക്കെ തളർന്ന് അങ്ങ് തച്ചുടയപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു ആ കല്യാണ വീട്. പക്ഷേ കർത്താവ് അവിടെ വന്ന് കർത്താവ് അത്ഭുതമൊക്കെ ചെയ്യുന്നതിന് മുൻപ് കർത്താവിൻ്റെ അമ്മ മറിയം കൂടെ സംസാരിച്ചൊരു പദം എന്നെ ചൊടിപ്പിച്ചു. എൻ്റെ ചിന്തയിൽ ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അതാണ് എന്നെ ഇന്ന് പകൽ ചിന്തിപ്പിച്ചത്. 5 മിനിറ്റ് സമയം എനിക്കുണ്ട്. ജോഷച്ചാനെ അത് കൃത്യമായി നിർത്തി തന്നു. 5 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ആശീർവാദം പറയും. എന്നെ ചൊടിപ്പിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുമിച്ച് ഈ വചനം ഒരു വിടുതലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിന്തിച്ചത് മറ്റൊന്നുമല്ല, അമ്മ മറിയ പറഞ്ഞു ആമേൻ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കർത്താവ് ഒരു പദം പറഞ്ഞത് ഇന്നും നമുക്ക് വലിയ ചിന്തനീയമാണ്. ലോകം മൊത്തം മുസ്ലിമിൻ്റെ സമ്പാദകരായ പല പ്രിയപ്പെട്ടവരും ഇത് സമ്പാദനത്തിനെടുത്ത് വെച്ചിട്ട് എറണാകുളത്ത് 2003 2004 ഇത് സമ്പാദനം നടന്ന ഒരു വാക്യമാണ്. എന്തിനാണ് നിങ്ങളുടെ കർത്താവ് എന്ന രക്ഷിതാവ് അമ്മ മറിയെ കയറി ആമേ ശ്രീയെ എന്ന് വിളിച്ചതെന്നൊരു ചോദ്യം അവിടെ വലിയ സമ്പാദനത്തിനിടയായിട്ടുണ്ട്. ഇന്നും അത് എവിടുത്തെ സമ്പാദനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും മറിയെ വിളിച്ചതിൻ്റെ അർത്ഥം അമ്മയെ കയറി അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഞാൻ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കും. സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ സ്ത്രീ ആരാണെന്നുള്ളത് യേശുവിനറിയാം. യേശു ആരാന്നുള്ളത് സ്ത്രീക്കും അറിയാം. ഈ 2 കാര്യമാണ്. സ്ത്രീ ആരാണെന്നുള്ളത് യേശുവിനറിയാം. യേശു ആരാണെന്ന് സ്ത്രീക്കും അറിയാം. തെളിയിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുന്നൊരു ദൂത് കിടപ്പുണ്ട്. ഒരാമയും പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അച്ഛാ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. സ്ത്രീയുടെ സന്തതി. മക്കളെ എന്നെ നോക്കിയിരുന്നേ, എല്ലാവരും പേനയൊക്കെ മുടക്കി എടുത്തുകൂടാ. ഉമ്മാരുടെ പേന വാങ്ങിച്ച് ഞാൻ ഇട്ടിട്ട് ഉമ്മാരെടുത്ത് അനുസരിക്കുന്നില്ല. ഉമ്മാർ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. കാരണം ഏദൻ പൂങ്കാവനത്തിനകത്ത് ആദ്യ ദമ്പതിമാരായ ആദവും അവയെ 2 പേരെ ദൈവം ആക്കി വെച്ചു. അവരുടെ വിശ്വാസ ജീവിത പ്രമാണത്തിനകത്ത് കയറിയിട്ട് ഒരു സർപ്പം അവരെ വഴിതെറ്റിച്ചു. അന്ന് സ്വർഗത്തിലെ ദൈവം സർപ്പത്തോട് പറഞ്ഞു, നിന്റെ തലയെ തകർക്കാൻ ഒരുവനെ ഞാൻ ഇവിടെ അയക്കും. ഒരാമ്പൻ പറഞ്ഞാട്ടെ. പോരച്ച മനസ്സിലാകുമ്പോൾ അധികം ശ്രദ്ധിക്കാൻ തുടങ്ങും. നിന്റെ തലയെ തകർക്കാൻ ഒരു സ്ത്രീയുടെ സന്തതി ഇവിടെ ഉരുവാകുമെന്ന് അന്നേ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു വെച്ചതാ. എന്ന് വെച്ചാൽ ആമേൻ ഏദൻ പൂങ്കാവനത്തിനകത്ത് ആമേൻ ഹവ്വ എന്ന് പറയുന്ന അമ്മച്ചിയെ വഴിതെറ്റിച്ച സർപ്പം എന്ന സാത്താനെ
അടിച്ചു തകർക്കാൻ ഒരു സ്ത്രീയുടെ സന്തതി വരുമെന്ന് കാലഘട്ടങ്ങൾക്ക് മുൻപ് ചരിത്രം കുറിച്ചു വെച്ചു. കാലം പിന്നിട്ടപ്പോൾ ആമേൻ ഏദൻ പൂങ്കാവനത്തിൽ തകർത്തു മുടിച്ച സർപ്പത്തിന്റെ തലയെ തകർക്കാൻ സർവശക്തനായ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു അവൻ ലോകത്തിന്റെ അടയാളങ്ങളുടെ ആരംഭമായി മാറി. സ്വത്രം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? അടയാളങ്ങളുടെ ആരംഭം വരാൻ പോകുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒന്നാമത്തെ അടയാളം, നിന്റെ വീട്ടിനകത്ത് ശൂന്യത മാറ്റാൻ പോവാ. ഇതുവരെ യഹൂദന്മാര് കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാ. വിശ്വസിച്ച് ആമേൻ പറ. ആമേൻ. ആമേൻ. ഈ മറിയയ്ക്ക് വേറൊരു ചിന്തയുണ്ട്. മറിയുടെ ഹൃദയത്തിൽ വന്ന ചിന്ത ഞാനങ്ങ് പറയാം. ഞങ്ങളുടെ മുത്തച്ഛിയായിരുന്ന വല്യമ്മച്ചിയായിരുന്ന ഹവ്വ അമ്മച്ചിയെ തെറ്റിച്ച സർപ്പത്തെ അടിക്കാൻ എന്റെ ഉദരത്തിലുള്ള ഈ പുരുഷ പ്രജയ്ക്ക് കഴിയുമെന്ന് മറിയ ചിന്തിച്ചിട്ടുണ്ടാകോ? യേശുവിനല്ലാതെ ഈ ശൂന്യത മാറ്റാൻ കഴിയത്തില്ല. യേശുവിനല്ലാതെ പരിഹരിക്കാൻ കഴിയത്തില്ല. യേശുവിനല്ലാതെ മറ്റൊരാൾക്ക് ഇതിൽ നിന്ന് മുക്തി തരുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്ത്രീയുടെ സന്തതി ആരാണ്? ലോക സാമ്രാജ്യ ചരിത്രത്തിൽ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് തന്നെയാണ്. ആമേൻ. ആ കർത്താവാണ് അമ്മയെ വിളിച്ചത് സ്ത്രീയെ. ആമേൻ. അപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, ആമേൻ, ഈ അന്ധകാര ശക്തിയുടെ ബലത്തെ ക്ഷയിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ എന്റെ സന്തതി തന്നെയാണ് എന്ന് പകൽക്കാലം കണ്ണുകളുടയ്ക്കാം, തലകൾ വണക്കാം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അവനെല്ലാം സാധ്യമാക്കും. നമ്മുടെ നിരാശകളെ മാറ്റിത്തരും, നമ്മുടെ ഭാരങ്ങളെ മാറ്റിത്തരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധാരാധനയെ ഞങ്ങൾക്ക് നല്ല സാമ്യ വചനത്തെ ദൈവം തന്നു. ഒന്നിനു പുറകെ ഒന്നായി ആഴമേറിയ ചിന്തകൾ ഞങ്ങൾ അലങ്കൃതമാക്കി. അടുത്ത ആഴ്ച വരെ കഴിയേണ്ടതിന് ദൈവീയ ബലം പകർന്നു. ഞങ്ങളുടെ കൺവെൻഷനുകളെ അനുഗ്രഹിക്കണമേ. അലസരായി ഞങ്ങൾ വീട്ടിലിരിക്കാതെ കടന്നു പോകാൻ തമ്പുരാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നീതിക്കായി സ്തോത്രം, ദൈവിക കരുത്തിനായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ.